മൂവാറ്റുപുഴ കാർഷിക സഹകരണ ബാങ്കിന്റെ പുതിയ സംരംഭമായ നീതി ലാബ് പ്രവർത്തനം ആരംഭിച്ചു. വെള്ളൂർകുന്നത്ത് പ്രവർത്തിക്കുന്ന ബാങ്കിന്റെ ഹെഡ് ഓഫീസ് കെട്ടിടത്തിലാണ് പുതിയ ലാബ് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. AP വർക്കി മിഷൻ ഹോസ്പിറ്റൽ ചെയർമാൻ PR മുരളീധരൻ ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മൂവാറ്റുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും ആളുകളുടെ സാമ്പത്തികവും സാമൂഹികവുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു വരുന്ന മൂവാറ്റുപുഴ കാർഷിക സഹകരണ ബാങ്കിന്റെ പുതിയ സംരംഭമായ നീതി ലാബ് പ്രവർത്തനം ആരംഭിച്ചു. വെള്ളൂർകുന്നത്ത് പ്രവർത്തിക്കുന്ന ബാങ്ക് ഹെഡ് ഓഫീസ് കെട്ടിടത്തിലാണ് പുതിയ നീതി ലാബ് ഇന്നു മുതൽ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. AP വർക്കി മിഷൻ ആശുപത്രി ചെയർമാൻ PR മുരളീധരൻ നീതി ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പാവപ്പെട്ട ആളുകളെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വില കുറച്ച് അവശ്യ മരുന്നുകൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായ പ്രവർത്തനം നാം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നു. ആ നിലയിൽ നീതി മെഡിക്കൽ സ്റ്റോറുകൾ ആരംഭിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് പുതിയൊരു മേഖലയിലേക്ക് കടന്നു വരണം എന്ന് തീരുമാനമെടുത്തുകൊണ്ട് നീതി ലാബിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി നാം തീരുമാനമെടുക്കുന്നത്. ആ നിലയിൽ നീതി മെഡിക്കൽ സ്റ്റോറുകൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ഫിസിയോതെറാപ്പി സെന്ററുകൾ, ഡയഗ്നോസ്റ്റിക് സെന്ററുകൾ തുടങ്ങി നിരവധി മേഖലകളിൽ നമുക്ക് ഇടപെടാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇന്ന് കേരളത്തിനകത്ത് വിവിധ മേഖലകളിൽ നമുക്ക് എല്ലാവർക്കും പറയുന്ന പോലെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ അടക്കം പ്രവർത്തിക്കുകയാണ്. നമ്മുടെ മൂവാറ്റുപുഴ MCS ആശുപത്രി പോലെ, തൃക്കാക്കര മുനിസിപ്പൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ പോലെ നിരവധിയായ സ്ഥാപനങ്ങൾ ഈ സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കൃത്യതയാർന്ന ആധുനിക മെഷീനാണ് ലാബിൽ ഉപയോഗിച്ചു വരുന്നത്. 50% വരെ കുറഞ്ഞ നിരക്കിലാണ് ലാബിൽ നിന്ന് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുക. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ കൃത്യതയാർന്ന പരിശോധനാ ഫലം നീതി ലാബിന്റെ പ്രവർത്തന മികവിലൊന്നാണ്. വിദഗ്ധരായതും എക്സ്പീരിയൻസ് ഉള്ളതുമായ ടെക്നീഷ്യന്മാരുടെ സേവനവും ഇവിടെ നിന്നും ലഭിക്കും. ECG സൗകര്യവും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ബാങ്ക് ഭരണസമിതി ഒരുക്കിയിട്ടുണ്ട്. കുറഞ്ഞ നിരക്കിലുള്ള വിവിധ പാക്കേജുകളും നീതി ഡയഗ്നോസ്റ്റിക് സെന്ററിൽ നിന്നും ലഭ്യമായിരിക്കും. മൂവാറ്റുപുഴ ഗവൺമെന്റ് ആശുപത്രിക്ക് എതിർവശത്തായി പ്രവർത്തിച്ചു വരുന്ന നീതി മെഡിക്കൽ സ്റ്റോറും, വെള്ളൂർകുന്നത്ത് പ്രവർത്തിച്ചു വരുന്ന നീതി മെഡിക്കൽ സ്റ്റോറും, പേഴയ്ക്കാപ്പള്ളിയിലുള്ള നീതി മെഡിക്കൽ സ്റ്റോറും ആരോഗ്യമേഖലയിൽ ബാങ്കിന്റെ ഇടപെടലുകൾ നടത്തുന്നതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. കാർഷിക മേഖലയിലുള്ളവർക്ക് ഏറ്റവും ഗുണപ്രദമായ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന BOC ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന വളം ഡിപ്പോ ബാങ്കിന്റെ മറ്റൊരു അഭിമാനകരമായ സംരംഭമാണ്. മൂവാറ്റുപുഴ ഗവൺമെന്റ് ആശുപത്രിക്ക് എതിർവശത്തായി പ്രവർത്തിച്ചു വരുന്ന നീതി ഡയഗ്നോസ്റ്റിക് സെന്ററും ഫിസിയോതെറാപ്പി ക്ലിനിക്കും ബാങ്കിന്റെ പ്രവർത്തന മേഖലയിലെ മറ്റൊരു സാമൂഹ്യ ഇടപെടലിന്റെ സാക്ഷ്യമാണ്. അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് 10% മുതൽ 40% വരെ കുറഞ്ഞ നിരക്കിലാണ് നീതി ഫിസിയോതെറാപ്പി സേവനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുക. ഉദ്ഘാടന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് R രാജീവ് അധ്യക്ഷത വഹിച്ചു. മരുന്നിന്റെ വില കുറച്ചുകൂടി കുറച്ചു കൊടുക്കുക എന്നുള്ളൊരു സമീപനമാണ് നമ്മൾ സ്വീകരിച്ചത്. അല്ലാതെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ചെയ്യുന്നത് പോലെയുള്ള ഒരു കഴുത്തറപ്പൻ സമീപനം ഒരു കാരണവശാലും നമ്മൾ ഈ കാര്യത്തിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. അതുകൂടാതെ തന്നെ വെള്ളൂർകുന്നത്ത് നമ്മുടെ മെഡിക്കൽ സ്റ്റോർ പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പായിപ്രയിൽ നമ്മുടെ മെഡിക്കൽ സ്റ്റോർ ഒരു ചെറിയൊരു കെട്ടിടത്തിലായിരുന്നു കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വരെ പ്രവർത്തിച്ചിരുന്നത് എങ്കിൽ നമ്മൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം നമ്മുടെ ബ്രാഞ്ചിന്റെ തൊട്ട് ചേർന്നുള്ള ഒരു സൗകര്യപ്രദമായ ഒരു കെട്ടിടത്തിലേക്ക് മാറ്റി അതിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ നീതി നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, നമ്മുടെ മെഡിക്കൽ സ്റ്റോറിന്റെ നേരെ പുറകിൽ തന്നെയാണ് നമ്മുടെ നീതി ലാബും, അതേപോലെ നീതി ഡയഗ്നോസ്റ്റിക് സെന്റർ എന്ന പേരിൽ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി സെന്ററും കൂടി അതിന്റെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ സാധാരണക്കാർക്ക് ആശ്വാസകരമായ രീതിയിൽ ഫിസിയോതെറാപ്പി സേവനങ്ങൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ, മൂവാറ്റുപുഴയിൽ അത്രയും കുറഞ്ഞ നിരക്കിൽ ഒരു സ്ഥാപനവും നൽകുന്നില്ല എന്നുള്ളതിൽ നമുക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ബാങ്ക് വൈസ് പ്രസിഡന്റ് TM ജോയ്, മൂവാറ്റുപുഴ നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് മജീദ് MH, ഭരണസമിതി അംഗം KM CD തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കടാതി അമ്പലംപടിയിലും പേഴയ്ക്കാപ്പള്ളിയിലും ബാങ്കിന്റെ മറ്റ് ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട്. 70 12 18 96 84 എന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്നതാണ്. രാവിലെ 6:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് ലാബിന്റെ പ്രവർത്തന സമയം. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.